ഹായ് സുഹൃത്തുക്കളെ, അച്ചൂസ് ഫാമിംഗ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നത് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഹാപ്പി ന്യൂ ഇയർ പറയാൻ വേണ്ടിയാണ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ, പുതുവത്സര ആശംസകൾ. ഇനി 2021 നമുക്ക് ദൈവം നല്ലൊരു വർഷമാക്കി തരട്ടെ, ഈ കഷ്ടപ്പാടുകളെല്ലാം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ചങ്കുകൾക്കും നല്ലത് വരട്ടെ. സുഹൃത്തുക്കളെ, നമുക്ക് വീഡിയോസിലേക്ക് കിടക്കാം. നമ്മൾ വൈകുന്നേരം പോത്തന്മാരഴിച്ച് കൊണ്ടുവന്ന് പാടത്തുനിന്ന് അഴിച്ച് കൊണ്ടുവന്ന് നമ്മൾ കുളിപ്പിക്കാനുള്ള സെറ്റപ്പിലാണ്. അവന്മാർ ഇങ്ങനെ പുല്ല് കഴിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കമ്പുമായിട്ട് ഒരാൾ പുറകെ നടന്നാലേ അവന്മാർ എത്തത്തുള്ളൂ, ഇല്ലെങ്കിൽ അവന്മാർ വരത്തില്ല. അതുപോലെ നമ്മളെ വലിയ പോത്തന്മാർ നല്ല കുറുമ്പന്മാരായി വരെയാണ്. ചെറിയ കുറുമ്പുകളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ചെറിയൊരു കമ്പ് കയ്യിരുന്നാൽ കുഴപ്പമില്ല. ചില സമയങ്ങളിൽ ചാടിയൊക്കെ വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇടിക്കാൻ വരികയാണെന്ന്. പക്ഷെ അവന്മാരത് കളിക്കുന്നതാണ്. നമുക്ക് ഇവിടെ പാടത്തെ പുല്ലൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. പുല്ലിന് ക്ഷാമം വരും, കാരണം ഇനി നല്ല ഉണക്കാണ് വരുന്നത്. കാരണം മഴയൊന്നും നമുക്ക് ശരിക്ക് കിട്ടിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇനിയാണ് നമുക്ക് പോത്ത് വളർത്തലിൽ പൈസ ഇറങ്ങുന്നത്. കാരണം കൈത്തീറ്റ കൂടുതൽ കൊടുക്കേണ്ടി വരും. പുല്ല് കുറയുമ്പോൾ നമ്മൾ കൈത്തീറ്റ ഒരുപാട് കൊടുക്കേണ്ടി വരും. പിന്നെ കച്ചി മേടിക്കേണ്ടി വരും, കച്ചിൽ മേടിക്കേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പം ഉണക്ക് കാലത്താണ് നമുക്ക് പോത്ത് വളർത്തലിൽ കാശ് ഒരുപാടാവുന്നത്. മഴയുള്ള ടൈമിലെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പുല്ല് ആവശ്യം പോലെ ഉണ്ട്. നമുക്ക് കൈത്തീറ്റ കുറച്ചേ ചിലവാകുള്ളൂ. കാരണം നമ്മൾ ഈ രീതിക്ക് കൊടുത്തുകൊണ്ട് വരുന്ന പോത്തുകൾക്ക് നമ്മൾ ആഹാരത്തിൽ കുറയ്ക്കുമ്പം പിള്ളേരന്മാർ ഉണങ്ങും. പിന്നെ നമ്മൾ അത്രയും നാൾ കൊടുത്ത തീറ്റി വെറുതെ ആവും. അപ്പോൾ നമ്മൾ ആ കൊടുത്തുകൊണ്ട് വരുന്ന തീറ്റി തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ നമുക്കതിൽ വല്ലതും കിട്ടത്തുള്ളൂ. കാരണം ഇപ്പോൾ കൊറോണയും കാര്യമൊക്കെ ആയിട്ട് എന്താ പറയുക, കല്യാണം കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല. അല്ലെങ്കിൽ എൻ്റെ ഈ പോത്തന്മാർ ഇത്രയും നാൾ നിൽക്കുന്നതല്ല. 3-4 മാസമൊക്കെ ആകുമ്പോഴേ നമ്മൾ കച്ചവടമായി പോകുന്നതാണ്. ഇപ്പോഴാണ് ആദ്യമായിട്ട് ഒരു പോത്തിന് 6 മാസം ഒക്കെ തികച്ച് ഞാൻ വളർത്തുന്നത്. മറ്റേത് 4-5 മാസമൊക്കെ ആകുമ്പോഴേ കച്ചവടക്കാർ വരും, നമ്മളൊരു വില പറയും, അത് മുതലാവുമെങ്കിൽ കൊടുക്കും. അങ്ങനെയാണിത്. പിന്നെ സുഹൃത്തുക്കളെല്ലാവരും ഇനിയിപ്പോൾ വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളമുള്ള ഏരിയയിൽ മാത്രമേ പോത്തന്മാരെ കെട്ടാവുള്ളൂ. പറമ്പിലാണ് കെട്ടുന്നതെങ്കിൽ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ തണൽ നോക്കി കെട്ടണം. ഭയങ്കരമായ ചൂടാണ് വരുന്നത്. പോത്തന്മാർ ചൂട് താങ്ങത്തില്ല. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ കണക്ക് അവർ ചൂട് താങ്ങത്തില്ല. മഴ എത്ര ദിവസത്തെ മഴ വേണമെങ്കിലും നനയും. കാരണം എൻ്റെ പോത്തന്മാരെല്ലാം ഷെഡും കാര്യങ്ങളൊന്നുമില്ല, പുറത്താണ് നിൽക്കുന്നത്. ആ ഒരു വീഡിയോസ് ഞാൻ ഉടനെ ചെയ്യുന്നതാണ്, നമ്മുടെ പോത്തിനെ കെട്ടുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി എന്താ പറയുക, അമ്മരൊന്ന് കുളിപ്പിക്കണം. അമ്മ കുറച്ച് നേരം വെള്ളത്തിയിട്ടേക്കും. അത് കഴിഞ്ഞിട്ട് അമ്മ പുറത്തെ അഴുക്കൊക്കെ ചളിയൊക്കെ കഴുകി കളയുള്ളൂ. അമ്മ ആദ്യം ഇഞ്ചി തണുപ്പിക്കട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോസുമായി 2021 കാണാം. ഓക്കെ, ബായ്.